ദ വൈറ്റ് പേപ്പറിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബാങ്കിങ്ങിന്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് പറയുന്നത് കേട്ടോ. അപ്പം ഓരോന്ന് നോക്കാം. ദ ഫസ്റ്റ് ബാങ്ക് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ഏതാണെന്നാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ദ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആണ് ഇന്ത്യയിലെ ഫസ്റ്റ് ബാങ്ക് ആയിട്ട് അറിയപ്പെടുന്നത് കേട്ടോ. ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ 1770 ഇത് വന്നത്. കൽക്കട്ടയിലാണ് വന്നത് കേട്ടോ. 1717 in Calcutta, started by Alexander and Company. Alexander and Company ആയിരുന്നു ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഫെയിൽഡ് 1832 ഇത് ഫെയിൽ ആയിപ്പോയി. അലക്സാണ്ടർ ആൻഡ് കമ്പനി ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ 1770 കൽക്കട്ടയിലാണ് വന്നത് അല്ലെ. ഇനി അടുത്തത് ദ നെക്സ്റ്റ് ജനറൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ഈ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ കഴിഞ്ഞിട്ട് വന്ന അടുത്ത ജനറൽ ബാങ്ക് വന്ന വർഷം ഏതാണെന്നാണ് ചോദിക്കുന്നത്. 1786 കേട്ടോ വന്നത്. 1786. ഓക്കെ, ഇനി അടുത്തത് 1786. ഇതൊന്നും മറന്നു പോയത് കേട്ടോ, ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വരാവേ. ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ബാങ്ക് ഓഫ് ബംഗാൾ ഇൻ. The East India Company established the Bank of Bengal in. Bank of Bengal East India Company കൊണ്ടുവന്ന ഇയർ ആണ് ചോദിച്ചത്. 1809 വന്നത് കേട്ടോ. 1809, 1809 അല്ലേ. അപ്പം മറന്നു പോകണ്ട. ഈ ബാങ്ക് ഓഫ് ബംഗാളൊക്കെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ബാങ്ക് ഓഫ് ബോംബെ, പ്രസിഡൻസി ബാങ്ക് എന്നറിയപ്പെടുന്ന 3 ബാങ്കുകളും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പൊ ഏത് വർഷം വന്നേന്നുള്ള കാര്യങ്ങൾ പഠിച്ചിരിക്കാം. ഇനി ബാങ്ക് ഓഫ് ബോംബെ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ. ബാങ്ക് ഓഫ് ബോംബെ വന്നത് 1840 കേട്ടോ. 1840. ബാങ്ക് ഓഫ് മദ്രാസ് ആണെങ്കിലോ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1843. 1843 ബാങ്ക് ഓഫ് മദ്രാസ് വന്നത്. ബാങ്ക് ഓഫ് ബോംബെ ആണെങ്കിലോ 1840 ഇനി ബാങ്ക് ഓഫ് ബംഗാൾ ആണെങ്കിലോ 1809 അല്ലെ. 1809, 1840, 1843 അല്ലെ. ഇനി ബാങ്ക് ഓഫ് ബംഗാൾ, ഓക്കെ, ബംഗാൾ ബാങ്ക്, ബാങ്ക് ഓഫ് ബോംബെ, ബാങ്ക് ഓഫ് മദ്രാസ് വേർ ജനറലി കോൾഡ്. ഇതൊക്കെ പൊതുവെ അറിയപ്പെടുന്ന ആ 3 ബാങ്കും കൂടെ ചേർന്ന് അറിയപ്പെടുന്ന പേരെന്താണെന്നാണ് ചോദിക്കുന്നത്. പ്രസിഡൻസി ബാങ്ക് എന്നാണ് ഇത് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പം 1809 വന്ന ബംഗാൾ ബാങ്കും 1840 വന്ന ബാങ്ക് ഓഫ് ബോംബെയും 1843 വന്ന ബാങ്ക് ഓഫ് മദ്രാസും കൂടി ചേർന്ന് അറിയപ്പെടുന്നതാണ് പ്രസിഡൻസി ബാങ്ക്. ഓക്കെ, ഇനി 3 presidency banks amalgamated in the year 1921. 1921 ഈ 3 പ്രസിഡൻസി ബാങ്കും എന്ത് ചെയ്തത്? അമാൽഗമേറ്റ് ചെയ്തത് അല്ലെ. ഏതൊക്കെയായിരുന്നു 3 പ്രസിഡൻസി ബാങ്ക്? ബാങ്ക് ഓഫ് ബംഗാൾ, ബാങ്ക് ഓഫ് ബംഗാൾ 1809 അല്ലെ. ബാങ്ക് ഓഫ് ബോംബെ 1840, ബാങ്ക് ഓഫ് മദ്രാസ് 1843. ഈ 3 ബാങ്കുകളും ചേർന്നറിയപ്പെടുന്നതാണ് എന്ത്? പ്രസിഡൻസി ബാങ്ക്. ഈ പ്രസിഡൻസി ബാങ്ക് 3 അമാൽഗമേറ്റ് ചെയ്ത ഇയർ ആണ് എന്ത്? 1921. ഓക്കെ, ഇനി ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദി ഇയർ. എപ്പോഴാണ് ഇമ്പീരിയൽ ബാങ്ക് വന്നത്? ഈ 3 പ്രസിഡൻസി ബാങ്കും കൂടെ അറിയപ്പെടുന്ന എന്താണ്? ഇമ്പീരിയൽ ബാങ്ക് എന്നാട്ടോ. അപ്പൊ ഇമ്പീരിയൽ ബാങ്ക് വന്നതും 1921 ആണ്. ആ 3 പ്രസിഡൻസി ബാങ്കും കൂടെ അമാൽഗമേറ്റ് ചെയ്ത് വന്ന ഇയർ ആണ് 1921. ദി ഇമ്പീരിയൽ ബാങ്ക് വാസ് നാഷണലൈസ്ഡ് ഇൻ. എന്നാണ് ഇമ്പീരിയൽ ബാങ്ക് നാഷണലൈസ് ചെയ്തതെന്നാണ് ചോദിച്ചത്. 1955. 1921 എസ്റ്റാബ്ലിഷ് ചെയ്തു. 1955 എന്ത് ചെയ്തു? നാഷണലൈസ് ചെയ്തു അല്ലെ. ഇനി ദി ഇമ്പീരിയൽ ബാങ്ക് വാസ് നാഷണലൈസ്ഡ് ആൻഡ് റിനെയിംഡ് ഇറ്റ് ആസ്. ഈ ഇമ്പീരിയൽ ബാങ്ക് റിനെയിം ചെയ്തിരുന്നു പിന്നീട് നാഷണലൈസ് ചെയ്തപ്പോൾ. അപ്പൊ ഇതിന്റെ പേരെന്താണ്? SBI ആണ് അല്ലെ. ഓക്കെ, SBI വന്ന ഡേറ്റും വർഷമൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് ഡേറ്റിനാ വന്നേ? ജൂലൈ 1, 1955. ജൂലൈ 1, 1955 ഇമ്പീരിയൽ ബാങ്ക് എന്ത് ചെയ്ത്? നാഷണലൈസ് ചെയ്തത് എന്നാണ് പറയുന്നത്. റിനെയിം ചെയ്ത പേരാണ് SBI. ഇനി SBI ഫോംഡ് ആസ് പെർ ദ റെക്കമെൻഡേഷൻസ് ഓഫ് വിച്ച് കമ്മിറ്റി. ഏത് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് SBI ഫോം ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. ഗോർവാല കമ്മിറ്റിയാണ് കേട്ടോ. അത് ഗോർവാല കമ്മിറ്റി. SBI ഫോംഡ് ആസ് പെർ ദ റെക്കമെൻഡേഷൻ ഓഫ് ഗോർവാല കമ്മിറ്റി.
ഇനി ഫസ്റ്റ് ജോയിൻ സ്റ്റോക്ക് ബാങ്ക് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ ജോയിൻ സ്റ്റോക്ക് ബാങ്ക് ഏതായിരുന്നു? അലഹാബാദ് ബാങ്ക് ആണ് കേട്ടോ. ആദ്യത്തെ ജോയിൻ സ്റ്റോക്ക് ബാങ്ക് ആയിട്ട് അറിയപ്പെടുന്നത് അലഹാബാദ് ബാങ്ക്. 1865 വന്ന അലഹാബാദ് ബാങ്ക് ആണ് ഫസ്റ്റ് ജോയിൻ സ്റ്റോക്ക് ബാങ്ക് ഇൻ ഇന്ത്യ. ഇനി വിച്ച് ബാങ്ക് മെർജ്ഡ് വിത്ത് അലഹാബാദ് ബാങ്ക്? അലഹാബാദ് ബാങ്കുമായിട്ട് മെർജ് ചെയ്ത ബാങ്ക് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഇന്ത്യൻ ബാങ്ക് ആണ്. ഏത് ഇയറിലാണ് അവർ മെർജ് ചെയ്തത്? 2021 എന്ത് ചെയ്തത്? അവർ മെർജ് ചെയ്തത് കേട്ടോ, ഇന്ത്യൻ ബാങ്കുമായിട്ട്. ഇനി അലയൻസ് ബാങ്ക് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1875. 1875 അലയൻസ് ബാങ്ക് എന്ത് ചെയ്തു? എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇനി ഫസ്റ്റ് പ്യുവർലി കൊമേഴ്ഷ്യൽ ബാങ്ക്. ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഔദ് കൊമേഴ്ഷ്യൽ ബാങ്ക് ആണത്. 1881 വന്നു. 1958 എന്ത് ചെയ്തു? അത് ക്ലോസ് ചെയ്തു. 1881 ഓർത്തിരിക്കുക. ഔദ് കൊമേഴ്ഷ്യൽ ബാങ്ക് ഫസ്റ്റ് പ്യുവർലി കൊമേഴ്ഷ്യൽ ബാങ്ക് ആണത്. അപ്പൊ നമ്മളിപ്പോ കുറച്ച് കാര്യങ്ങൾ പഠിച്ചല്ലേ. 3 പ്രസിഡൻസി ബാങ്ക് അമാൽഗമേറ്റ് ചെയ്ത ഇയർ ഏതായിരുന്നു? 1921. അതായത് ഇമ്പീരിയൽ ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1921. ഈ ഇമ്പീരിയൽ ബാങ്ക് നാഷണലൈസ് ചെയ്തതെന്നാണ്? 1955 അല്ലെ. 1955 ഇത് നാഷണലൈസ് ചെയ്തപ്പോൾ ഇതിന്റെ പേര് മാറ്റി റിനെയിം ചെയ്തു. ആ റിനെയിം ചെയ്ത പേരെന്തായിരുന്നു? SBI ആണ്. ഡേറ്റ് എന്നാണ്? ജൂലൈ 1955 ജൂലൈ 1 ആണ് അല്ലെ. ഇനി SBI ആരുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് എന്ത് ചെയ്തത്? ഫോം ചെയ്തത്? ഗോർവാല കമ്മിറ്റിയുടെ ആട്ടോ. ഇനി ഫസ്റ്റ് ജോയിൻ സ്റ്റോക്ക് ബാങ്ക് ഏതായിരുന്നു? അലഹാബാദ് ബാങ്ക്. 1865 ആണ് കേട്ടോ. അലഹാബാദ് ബാങ്ക് ഇന്ത്യൻ ബാങ്കുമായിട്ടാണ് മെർജ് ചെയ്തത് 2021. 1875 എന്താ അലയൻസ് ബാങ്ക് വന്നത്. 1865 ജോയിൻ സ്റ്റോക്ക് ബാങ്ക് വന്നു. ഇനി 1881 ആരാ വന്നേ? ഔദ് കൊമേഴ്ഷ്യൽ ബാങ്ക് ആണ്. ഫസ്റ്റ് പ്യുവർലി കൊമേഴ്ഷ്യൽ ബാങ്ക് ആണത്. ഓക്കെ, അടുത്ത പോർഷൻ എടുക്കുവാണേ. ഇനി ഓൾഡസ്റ്റ് പബ്ലിക് സെക്ടർ ബാങ്ക് സ്റ്റിൽ എക്സിസ്റ്റ്. ഇന്നും നിലനിൽക്കുന്ന ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു പബ്ലിക് സെക്ടർ ബാങ്ക് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. PNB ആണ്. PNB എന്ന് പറഞ്ഞാൽ എന്താണ്? പഞ്ചാബ് നാഷണൽ ബാങ്ക് അല്ലെ. പഞ്ചാബ് നാഷണൽ ബാങ്ക്. ഇനി RBI വാസ് സെറ്റപ്പ് ഇൻ. RBI എന്നാണ് സെറ്റപ്പ് ആയത്? RBI വന്നത് April 1, 1935 ലാട്ടോ. April 1, 1935. നിങ്ങൾക്ക് RBIനെ കുറിച്ച് പഠിക്കാനുള്ള ക്ലാസ് വേറെ ഉണ്ടാവും. അതിൽ ഇതൊക്കെ എന്തായാലും പറഞ്ഞു തരും. എന്നാലും ഇതൊന്ന് പഠിച്ചു പോക്കോ. 1935 April 1 RBI എന്ത് ചെയ്ത്? സെറ്റപ്പ് ചെയ്തത്. RBI നാഷണലൈസ് ചെയ്തത് എന്നായിരുന്നു? RBI വാസ് നാഷണലൈസ്ഡ് ഇൻ January 1, 1949. 1949 നാഷണലൈസ് ചെയ്തു. 1935 എസ്റ്റാബ്ലിഷ് ചെയ്തല്ലേ. January 1, 1949 കേട്ടോ. ഇനി ബാങ്കിങ് കമ്പനീസ് ആക്ട് വാസ് പാസ്ഡ് ഇൻ. ബാങ്കിങ് കമ്പനീസ് ആക്ട് എന്നാണ് പാസ് ചെയ്തത്? 1949 കേട്ടോ. 1949 ബാങ്കിങ് കമ്പനീസ് ആക്ട് പാസ് ചെയ്തു. ബാങ്കിങ് കമ്പനീസ് ആക്ടിനെ റിനെയിം ചെയ്തിരുന്നു. എന്താ അത്? BR ആക്ട് 1966. 1966 അത് റിനെയിം ചെയ്തത്. അപ്പൊ അതിന്റെ പേര് BR ആക്ട് എന്നാക്കി. എന്താ BR ആക്ട് എന്ന് പറഞ്ഞാൽ? ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആണ്. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1966 ആണ് ബാങ്കിങ് കമ്പനീസിന്റെ നെയിം ആക്കിയത്. ആദ്യം ബാങ്കിങ് കമ്പനീസ് ആക്ട് പാസ് ചെയ്തത് 1949 അല്ലെ. ഇനി ഇൻ വിച്ച് ഇയർ ബാങ്കിങ് കമ്പനീസ് ആക്ട് റിനെയിംഡ് ആസ് BR ആക്ട്? ഏത് വർഷമാണ് റിനെയിം ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ഓൾറെഡി ആക്ടിൽ പഠിച്ചു. BR ആക്ട് 1966 എന്ന് പഠിച്ചല്ലേ. അതെ, March 1, 1966 ഇത് റിനെയിം ചെയ്ത് BR ആക്ട് ആക്കി മാറ്റിയത് കേട്ടോ. ഇനി ഇൻ വിച്ച് ഇയർ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ്ഡ് സോഷ്യൽ കൺട്രോൾ ഓഫ് ദ ബാങ്ക്? എപ്പോഴാണ് ബാങ്കുകൾക്ക് സോഷ്യൽ കൺട്രോൾ കൊണ്ടുവന്നത് ഗവൺമെന്റ്? ഏത് വർഷമാണെന്നാണ് ചോദിക്കുന്നത്. 1967 എന്ത് ചെയ്തത്? സോഷ്യൽ കൺട്രോൾ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് കേട്ടോ. ഇനി എയിം ഓഫ് സോഷ്യൽ കൺട്രോൾ ഓഫ് ദ ബാങ്ക്. എന്തിനു വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് സോഷ്യൽ കൺട്രോൾ കൊണ്ടുവന്നതെന്നാണ് ചോദിക്കുന്നത്. ബ്രിങ്ങിങ് സം മേജർ ചേഞ്ചസ് ഇൻ ദ മാനേജ്മെന്റ് ആൻഡ് ക്രെഡിറ്റ് പോളിസി ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്. കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ മാനേജ്മെന്റിലൊക്കെ ചേഞ്ചസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ക്രെഡിറ്റ് പോളിസി ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കൂടെയാണ് സോഷ്യൽ കൺട്രോൾ കൊണ്ടുവന്നത് കേട്ടോ. 1967.
ഇനി 14 ബാങ്ക്സ് വാസ് വെയർ നാഷണലൈസ്ഡ് ഇൻ. 14 ബാങ്ക്സ് നാഷണലൈസ് ചെയ്തു. ഏത് വർഷമാണ് അത് നാഷണലൈസ് ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. 19th ജൂലൈ 1969. 14 ബാങ്കുകൾ നാഷണലൈസ് ചെയ്ത് എപ്പോഴാണെന്നാണ് ചോദിക്കുന്നത്. 1969 ജൂലൈ 19th കേട്ടോ. സോറി, ജൂലൈ 19th 1969. ഓക്കെ. അപ്പൊ ഇപ്പൊ നമ്മൾ കുറച്ച് ബാങ്ക് പഠിച്ചു. എന്താ പറയുന്നത്, നമ്മുടെ PNB, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ഓൾഡസ്റ്റ് പബ്ലിക് സെക്ടർ ബാങ്ക് ആണ്, ഇപ്പോഴും നിലനിൽക്കുന്നത്, സ്റ്റിൽ എക്സിസ്റ്റ് ആണത്. അത് ഓക്കെ, PNB ആട്ടോ. ഇനി RBI സെറ്റപ്പ് ചെയ്തത് ഏത് വർഷമാണ്? 1935 ഏപ്രിൽ 1 അല്ലേ. RBI നാഷണലൈസ് ചെയ്തതോ ജാനുവരി 1 1949. ഇനി ബാങ്കിങ് കമ്പനീസ് ആക്ട് പാസ് ചെയ്തത് ഏത് വർഷമാണ്? 1949 അത് എന്ത് ചെയ്തു? റിനെയിം ചെയ്തല്ലേ. അപ്പം എന്താ പേര് വന്നത്? BR ആക്ട് 1966, അതായത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1966. പിന്നെന്താ പറയുന്നത്? BR ആക്ട് ആക്കി മാറ്റിയ ഇയർ, അതിന്റെ ഡേറ്റ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. മാർച്ച് 1 1966. ഓക്കെ. ഇനി സോഷ്യൽ കൺട്രോൾ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1967. അതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ ബാങ്കുകളിൽ മേജർ ചേഞ്ചസ് കൊണ്ടുവരാനും ക്രെഡിറ്റ് പോളിസി കൊണ്ടുവരാനും ഒക്കെ വേണ്ടിയിട്ടാട്ടോ. ഇനി 14 ബാങ്ക്സ് നാഷണലൈസ് ചെയ്തത് 19th ജൂലൈ 1969. ഓക്കെ. ഇനി 6 more കൊമേഴ്ഷ്യൽ ബാങ്ക്സ് വെയർ നാഷണലൈസ്ഡ് ഇൻ. എപ്പോഴാണ് പിന്നീട് 6 കൊമേഴ്ഷ്യൽ ബാങ്കും കൂടെ നാഷണലൈസ് ചെയ്തത്? അത് ഏത് വർഷമാണെന്നാണ് ചോദിക്കുന്നത്. അത് 15th ഏപ്രിൽ 1980 കേട്ടോ. 15th ഏപ്രിൽ. മറ്റേത് 1969 ആയിരുന്നു. പിന്നെ 1980 ഏപ്രിൽ 15 പിന്നെ 6 more കൊമേഴ്ഷ്യൽ ബാങ്കും കൂടെ എന്ത് ചെയ്തത്? നാഷണലൈസ് ചെയ്തത് അല്ലേ. ഇനി ഫസ്റ്റ് ബാങ്ക് ഇൻ ദ വേൾഡ്, ലോകത്തിലെ ആദ്യത്തെ ബാങ്ക് ഏതാണെന്ന് ചോദിക്കുന്നത്. ബാങ്ക് ഓഫ് വെന്നീസ്. ക്വസ്റ്റ്യൻ വരാം. ബാങ്ക് ഓഫ് വെന്നീസ് 1157 കേട്ടോ വന്നത്. 1157. ഇനി ബാങ്ക് ഓഫ് വെന്നീസ് ഈസ് ആൻ, ബാങ്ക് ഓഫ് വെന്നീസ് എന്ന് പറഞ്ഞാൽ ഒരു ഇറ്റാലിയൻ ബാങ്ക് ആണ് അല്ലേ. ഇറ്റാലിയൻ ബാങ്ക്. ഫസ്റ്റ് ബാങ്ക് ടു ബിഗൈൻ പെർമനന്റ് ഇഷ്യൂ ഓഫ് ബാങ്ക് നോട്ട്. ആരാണ് പെർമനന്റ് ഇഷ്യൂ ഓഫ് ബാങ്ക് നോട്ട് ബിഗൈൻ ചെയ്ത ഏത് ബാങ്ക് ആണെന്നാണ് ചോദിക്കുന്നത്. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ആണ്. 1694 ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് എന്ത് ചെയ്തത്? പെർമനന്റ് ഇഷ്യൂ ഓഫ് ബാങ്ക് നോട്ട് ബിഗൈൻ ചെയ്ത അല്ലെ. ഇനി 1694 കേട്ടോ. ഇനി ഫസ്റ്റ് ഇന്ത്യൻ ബാങ്ക് ഓപ്പൺ ബ്രാഞ്ച് ഔട്ട്സൈഡ് ഇന്ത്യ. ഫസ്റ്റ് ഇന്ത്യൻ ബാങ്ക് ബ്രാഞ്ച് ഓപ്പൺ ബ്രാഞ്ച് ഔട്ട്സൈഡ് ഇന്ത്യ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ലണ്ടനിലുള്ള ബാങ്ക് ഓഫ് ഇന്ത്യ 1946 എന്ത് ചെയ്തത്? ബ്രാഞ്ച് ഔട്ട്സൈഡിൽ, ഇന്ത്യന്റെ ഔട്ട്സൈഡിൽ എന്ത് ചെയ്തത്? ബ്രാഞ്ച് ഓപ്പൺ ചെയ്തത് അല്ലെ. അതൊരു ഇന്ത്യൻ ബാങ്ക് ആണ് അല്ലെ. ബാങ്ക് ഓഫ് ഇന്ത്യ കേട്ടോ, ലണ്ടൻ. ഇനി ഫസ്റ്റ് പ്രൈവറ്റ് ബാങ്ക് ഇൻ ഇന്ത്യ ഏതാ? പ്രൈവറ്റ് ബാങ്ക് എന്നറിയപ്പെടുന്നത് സിറ്റി യൂണിയൻ ബാങ്ക് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ പ്രൈവറ്റ് ബാങ്ക് കേട്ടോ. ഫസ്റ്റ് പ്രൈവറ്റ് ബാങ്ക് ഇൻ ഇന്ത്യ സിറ്റി യൂണിയൻ ബാങ്ക്. ഫസ്റ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി ടു ബി മാനേജ്ഡ് ബൈ ഇന്ത്യൻസ്. എന്താ പറയുന്നത്? ഫസ്റ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വിത്ത് ലിമിറ്റഡ് ലാബിലിറ്റി ലിമിറ്റഡ് ആയിരിക്കും. ആദ്യത്തെ ഇന്ത്യൻ ബാങ്ക് ആണത്. മാനേജ്ഡ് ബൈ ഇന്ത്യൻസ് തന്നെ മാനേജ് ചെയ്യുന്ന ഒരു ബാങ്ക് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഔദ് കൊമേഴ്ഷ്യൽ ബാങ്ക് ആണ് കേട്ടോ. ഔദ് കൊമേഴ്ഷ്യൽ ബാങ്ക് 1881. ഓക്കെ. ഇനി അടുത്തത് ഫസ്റ്റ് ഇൻഡിജീനിയസ് ബാങ്ക് ഇൻ ഇന്ത്യ. ഇൻഡിജീനിയസ് ബാങ്ക് എന്നറിയപ്പെടുന്ന ഏതാണ്? PNB കേട്ടോ. 1894 നമ്മുടെ പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ് ആദ്യത്തെ ഇൻഡിജീനിയസ് ബാങ്ക് എന്നറിയപ്പെടുന്നത് കേട്ടോ. ഫസ്റ്റ് ഡിജിറ്റൽ ബാങ്ക് ഏതാണ്? ഡിജി ബാങ്ക് ആണ്. ഡിജിറ്റൽ ബാങ്ക് ഡിജി ബാങ്ക്. ഓക്കെ, ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ ഏതാന്നുള്ളത്. ഓക്കെ, ഇനി അടുത്ത എന്താ നോക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കാം.
ഫസ്റ്റ് കമ്പ്യൂട്ടറൈസ്ഡ് ബാങ്ക് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടറൈസ്ഡ് ബാങ്ക് എന്നറിയപ്പെടുന്ന ഏതാണെന്നാണ് ചോദിക്കുന്നത്. അതും ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് അല്ലെ. ഓപ്പൺ ബ്രാഞ്ച് ഔട്ട്സൈഡ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരുന്നു. അത് തന്നെയാണ് കമ്പ്യൂട്ടറൈസ്ഡ് ബാങ്ക് എന്നറിയപ്പെടുന്നതും ബാങ്ക് ഓഫ് ഇന്ത്യ കേട്ടോ. ഫസ്റ്റ് ബാങ്ക് ഗെറ്റ് ISO സർട്ടിഫിക്കറ്റ്. ആദ്യമായിട്ട് ISO സർട്ടിഫിക്കറ്റ് കിട്ടിയത് കാനറ ബാങ്കിനാണ് കേട്ടോ. കാനറ ബാങ്ക്. ഫസ്റ്റ് ബാങ്ക് ഇൻ ഇന്ത്യ ഇൻട്രൊഡ്യൂസ്ഡ് ചെക്ക് സിസ്റ്റം. ചെക്ക് സിസ്റ്റം കൊണ്ടുവന്ന ആദ്യത്തെ ഇന്ത്യയിലെ ബാങ്ക് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ബംഗാൾ ബാങ്ക് ആണ് കേട്ടോ. ബംഗാൾ ബാങ്ക്. ഫസ്റ്റ് ബാങ്ക് ഇൻട്രൊഡ്യൂസ്ഡ് നെറ്റ് ബാങ്കിങ് ഇൻ ഇന്ത്യ. നെറ്റ് ബാങ്കിങ് ICICI കേട്ടോ. ICICI ആണ് ആദ്യമായിട്ട് ഇന്റർനെറ്റ് ബാങ്കിങ് കൊണ്ടുവന്നത്. അല്ല, നെറ്റ് ബാങ്കിങ് കൊണ്ടുവന്നത് ഇന്ത്യയിൽ. അത് തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇന്റർനെറ്റ് ബാങ്കിങ്ങും നെറ്റ് ബാങ്കിങ്ങും സെയിം ആണ്. ഫസ്റ്റ് ഇന്റർനെറ്റ് ബാങ്കിങ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നതും ICICI ആണ് കേട്ടോ. ഫസ്റ്റ് ബാങ്ക് ഇൻട്രൊഡ്യൂസ്ഡ് ക്രെഡിറ്റ് കാർഡ് ഇൻ ഇന്ത്യ. ക്രെഡിറ്റ് കാർഡ് കൊണ്ടുവന്നത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ഇത് നിങ്ങൾ മറന്നുപോയാൽ എല്ലാം കൂടെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ഒരു ട്രിക്ക് യൂസ് ചെയ്തിട്ട് പഠിച്ചു നോക്കുക കേട്ടോ. ഫസ്റ്റ് ബാങ്ക് ഇൻട്രൊഡ്യൂസ്ഡ് ക്രെഡിറ്റ് കാർഡ് ഇൻ ഇന്ത്യ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ കേട്ടോ. ഫസ്റ്റ് പേയ്മെന്റ് ബാങ്ക് ഏതാണ്? പേയ്മെന്റ് ബാങ്ക് എന്നുള്ളതിൽ തന്നെയുണ്ട്. എയർടെൽ പേയ്മെന്റ് ബാങ്ക് ആണ് ഫസ്റ്റ് പേയ്മെന്റ് ബാങ്ക് കേട്ടോ. ഫസ്റ്റ് സ്മോൾ ഫിനാൻസ് ബാങ്ക്. സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്നറിയപ്പെടുന്നത് ക്യാപിറ്റൽ സ്മോൾ ഫിനാൻസ് ബാങ്ക് ആണ് കേട്ടോ. ക്യാപിറ്റൽ സ്മോൾ ഫിനാൻസ് ബാങ്ക് ആണ് ഫസ്റ്റ് സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്നറിയപ്പെടുന്നത്. ഓക്കെ. ഫസ്റ്റ് ബാങ്ക് ഇൻട്രൊഡ്യൂസ്ഡ് ATM ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ATM ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏത് ബാങ്കാണെന്നാണ് ചോദിക്കുന്നത്. HSBC ആണ്. ഇത് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. HSBC 1987 1987 HSBC ഫസ്റ്റ് ATM ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇന്ത്യയിൽ കേട്ടോ. ഇനി അടുത്തത് ഫസ്റ്റ് മ്യൂച്വൽ ഫണ്ട് ഇൻ ഇന്ത്യ. മ്യൂച്വൽ ഫണ്ട് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്ന യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ കേട്ടോ. യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ UTI 1963 ഇതും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. 1963 UTI ആണ് ഫസ്റ്റ് മ്യൂച്വൽ ഫണ്ട് കേട്ടോ. യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. ഫസ്റ്റ് ഇന്ത്യൻ ബാങ്ക് ടു ഇൻട്രൊഡ്യൂസ്ഡ് മെർച്ചന്റ് ബാങ്ക് ഇൻ ഇന്ത്യ. മെർച്ചന്റ് ബാങ്ക് ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യൻ ബാങ്ക് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അത് SBI ആട്ടോ. ഇനി ഫസ്റ്റ് ബാങ്ക് ടു ഇൻട്രൊഡ്യൂസ് മെർച്ചന്റ് ബാങ്ക് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ മെർച്ചന്റ് ബാങ്ക് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഗ്രീൻലേസ് ബാങ്ക് ആണ്. പക്ഷെ ഫസ്റ്റ് ഇന്ത്യൻ ബാങ്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് മെർച്ചന്റ് ബാങ്ക് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇന്ത്യൻ ബാങ്ക് SBI ആണ് കേട്ടോ. അപ്പൊ ഗ്രീൻലേസ് ബാങ്ക് എന്താണ്? ഫസ്റ്റ് ബാങ്ക് ടു ഇൻട്രൊഡ്യൂസ് മെർച്ചന്റ് ബാങ്ക് ഇൻ ഇന്ത്യ കേട്ടോ. മറ്റേത് ഫസ്റ്റ് ഇന്ത്യൻ ബാങ്ക് ടു ഇൻട്രൊഡ്യൂസ് മെർച്ചന്റ് ബാങ്ക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ SBIന് കൊടുക്കുക. ഫസ്റ്റ് ഫോറിൻ ബാങ്ക് ഇൻ ഇന്ത്യ. ഫോറിൻ ബാങ്ക് ഏതാന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക് ആട്ടോ. സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക്. ഫസ്റ്റ് RRB ഇൻ ഇന്ത്യ. ഏതാണ് ആദ്യത്തെ RRB എന്നാണ് ചോദിക്കുന്നത്. പ്രഥമ ഗ്രാമീൺ ബാങ്ക് ആണ് ഫസ്റ്റ് RRB. പ്രഥമ ഗ്രാമീൺ ബാങ്ക്. പ്രഥമ ഗ്രാമീൺ ബാങ്ക് സ്പോൺസർ ചെയ്ത ആരാന്ന് അടുത്ത ക്വസ്റ്റ്യൻ. സ്പോൺസേർഡ് ബൈ സിൻഡിക്കേറ്റ് ബാങ്ക് ആണ് പ്രഥമ ഗ്രാമീൺ ബാങ്ക്. പ്രഥമ ഗ്രാമീൺ ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ റീജിയണൽ റൂറൽ ബാങ്ക് അല്ലെ. RRB ഏതാണെന്ന് ചോദിച്ചാൽ പ്രഥമ ഗ്രാമീൺ ബാങ്ക് ആണ്. അതിനെ സ്പോൺസർ ചെയ്തത് സിൻഡിക്കേറ്റ് ബാങ്ക് ആണ് കേട്ടോ. അടുത്തത് ഫസ്റ്റ് ബാങ്ക് ഇൻട്രൊഡ്യൂസ്ഡ് മൊബൈൽ ATM. മൊബൈൽ ATM ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാന്ന് ചോദിക്കുന്നത്. ICICI ആണ് ആദ്യമായിട്ട് മൊബൈൽ ATM ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇനി ICICI കേട്ടോ. ഫസ്റ്റ് ഫ്ലോട്ടിംഗ് ATM. ഫ്ലോട്ടിംഗ് ATM എന്നറിയപ്പെടുന്നത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. SBI ആണ് ഫ്ലോട്ടിംഗ് ATM ആയിട്ട് അറിയപ്പെടുന്നത് കേട്ടോ. ഇനി ടോക്കിംഗ് ATM ഫസ്റ്റ് ടോക്കിംഗ് ATM എന്ന് പറയുന്നത് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ടോക്കിംഗ് ATMഉം ഫ്ലോട്ടിംഗ് ATM SBIയും ആയിരിക്കും. അടുത്തത് ഫസ്റ്റ് കളക്റ്റീവ് ബാങ്ക് ആണ്. കളക്റ്റീവ് ബാങ്ക് എന്ന് അറിയപ്പെടുന്നത് അന്യോന്യ കോപ്പറേറ്റീവ് ബാങ്ക് ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യനിലൊക്കെ വന്നിട്ടുണ്ട്. 1889 ബറോഡയിൽ വന്നിട്ടുള്ള അന്യോന്യ കോപ്പറേറ്റീവ് ബാങ്ക് ആണ് ഫസ്റ്റ് കളക്റ്റീവ് ബാങ്ക്. ഇനി ഫസ്റ്റ് ബാങ്ക് ഇൻ കേരള അല്ലെങ്കിൽ ഫസ്റ്റ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ഇൻ സൗത്ത് ഇന്ത്യ എന്നൊക്കെ അറിയപ്പെടുന്നത് നെടുങ്ങാടി ബാങ്ക് ആണ്. 1899 ഇത് വന്നത്. ഇതിന്റെ ഇയർ ഓർത്തിരിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത് കേട്ടോ. നെടുങ്ങാടി ബാങ്കും അതേപോലെ തന്നെ അന്യോന്യ കോപ്പറേറ്റീവ് ബാങ്കിന്റെ ഒക്കെ ഇയർ
ഇനി ഫസ്റ്റ് ബാങ്ക് ഇൻട്രൊഡ്യൂസ്ഡ് ATM ഇൻ കേരള. കേരളത്തിൽ ആദ്യമായിട്ട് ATM ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാന്നാണ് ചോദിക്കുന്നത്. ബ്രിട്ടീഷ് ബാങ്ക് ഓഫ് മിഡിൽ ഈസ്റ്റ് ആണ്. ബ്രിട്ടീഷ് ബാങ്ക് ഓഫ് മിഡിൽ ഈസ്റ്റ് ആണ്. എന്തുകൊണ്ടെന്ന് തിരുവനന്തപുരത്തുള്ള ബ്രിട്ടീഷ് ബാങ്ക് ഓഫ് മിഡിൽ ഈസ്റ്റ് ആണ് ATM കേരളത്തിൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ബാങ്ക്. അത് 1993 ഇൻട്രൊഡ്യൂസ് ചെയ്തത് കേട്ടോ, 1993. ഇനി ഫസ്റ്റ് ഇന്ത്യൻ ബാങ്ക് ടു ഗെറ്റ് ഗ്രീൻ ബോണ്ട് അവാർഡ് ഓഫ് ബ്രിട്ടൻ. ബ്രിട്ടന്റെ ഗ്രീൻ ബോണ്ട് അവാർഡ് കിട്ടിയത് ഏത് ബാങ്കിനാണെന്നാണ് ചോദിക്കുന്നത്. യെസ് ബാങ്ക് ആട്ടോ. അതേപോലെ തന്നെ ഗ്രീൻഫീൽഡ് ബാങ്ക് ലൈസൻസ് അവാർഡ് ബൈ RBI. RBI ഗ്രീൻഫീൽഡ് ലൈസൻസ് അവാർഡ് ചെയ്തത് ഏത് ബാങ്കിനാണ് ആദ്യമായിട്ടെന്ന് ചോദിക്കുന്നത്. അത് യെസ് ബാങ്ക്. അപ്പം നിങ്ങൾ ഈ ഗ്രീൻഫീൽഡ് എന്നൊക്കെ കാണുന്ന ഗ്രീൻ ബോണ്ട് എന്നൊക്കെ കാണുന്നത് എന്തുമായിട്ടാണ്, യെസ് ബാങ്കുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും കേട്ടോ. ഇനി വോയിസ് ബയോമെട്രിക് ATM. വോയിസ് ബയോമെട്രിക് ATM വന്നത് സിറ്റി ബാങ്കിൽ ബാംഗ്ലൂരിലാണ് കേട്ടോ. സിറ്റി ബാങ്ക് ബാംഗ്ലൂർ. ഫസ്റ്റ് ബാങ്ക് ഇൻട്രൊഡ്യൂസ്ഡ് റോബോട്ട് ഓൺ ബാങ്കിങ് സർവീസ്. ബാങ്കിങ് സർവീസിൽ റോബോട്ടിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് സിറ്റി യൂണിയൻ ബാങ്ക് കേട്ടോ. സിറ്റി യൂണിയൻ ബാങ്ക്. ഫസ്റ്റ് ബാങ്ക് ഇൻട്രൊഡ്യൂസ് ഇലക്ട്രോണിക് പാസ്ബുക്ക്. അത് ഫെഡറൽ ബാങ്ക് കേട്ടോ. ഇനി മോഡേൺ ബാങ്കിങ് ബിഗെയിൻസ് ഫ്രം ഇംഗ്ലീഷ് ഗോൾഡ് സ്മിത്തിൽ നിന്നാണ് മോഡേൺ ബാങ്കിങ് ബിഗെയിൻ ചെയ്യുന്നത് കേട്ടോ. ഇംഗ്ലീഷ് ഗോൾഡ് സ്മിത്ത്. ഇനി ഫാദർ ഓഫ് മോഡേൺ ബാങ്കിങ് ആരാണ്? മോഡേൺ ബാങ്കിങ്ങിന്റെ ഫാദർ എന്നറിയപ്പെടുന്ന അലക്സാണ്ടർ ഹാമിൽട്ടൺ ആണ്. അലക്സാണ്ടർ ഹാമിൽട്ടൺ. ഓൾഡസ്റ്റ് പബ്ലിക് ബാങ്ക് ഇൻ യൂറോപ്പ്. യൂറോപ്പിലെ പബ്ലിക് ബാങ്ക് ഏതായിരുന്നു? ഓൾഡസ്റ്റ് ബാങ്ക് ഓഫ് ബാഴ്സലോണയാണ്. 1401 വന്ന ബാങ്ക് ഓഫ് ബാഴ്സലോണയാണ് എന്ത് ഓൾഡസ്റ്റ് പബ്ലിക് ബാങ്ക് ഇൻ യൂറോപ്പ് കേട്ടോ. ഇനി ബാങ്ക് ഓഫ് ആംസ്റ്റർഡാം എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1609 എസ്റ്റാബ്ലിഷ് ചെയ്തത് കേട്ടോ. 1609 ബാങ്ക് ഓഫ് ആംസ്റ്റർഡാം. ഇനി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ബൈ എ സ്പെഷ്യൽ റോയൽ ചാർട്ടർ ഇൻ ദ ഇയർ. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഏത് സ്പെഷ്യൽ ചാർട്ടർ വഴിയാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? ഏത് ഇയറിലാണെന്ന് ചോദിക്കുന്നത്. 27th ജൂലൈ 1694 അല്ലെ, 1694 1694 27 ജൂലൈയിൽ അല്ലെ. ഇനി ഓൾഡസ്റ്റ് സർവൈവിംഗ് ബാങ്ക് ഇൻ ദ വേൾഡ്. വേൾഡിലെ ഓൾഡസ്റ്റ് ആയിട്ട് സർവൈവ് ചെയ്യുന്ന ബാങ്കാണ് ബാങ്കാമോണ്ടെ പശ്ചിഡി സൈനെ എന്ന് പറഞ്ഞ ബാങ്കാണത് സർവൈവ് ചെയ്യുന്നത്. ബാങ്കാമോണ്ടെ വേൾഡിൽ കേട്ടോ ഓൾഡസ്റ്റ് ആയിട്ട് സർവൈവ് ചെയ്യുന്ന ബാങ്കാണ്. അതൊരു ഇറ്റാലിയൻ ബാങ്കാണ്. 1472 അത് വന്നത് കേട്ടോ. 1472 ബാങ്കാമോണ്ടെ പശ്ചിഡി സൈനെ. ഇനി സെക്കൻഡ് ഓൾഡസ്റ്റ് സെൻട്രൽ ബാങ്ക്. സെക്കൻഡ് ഓൾഡസ്റ്റ് സെൻട്രൽ ബാങ്ക് എന്നറിയപ്പെടുന്നത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ആണ് കേട്ടോ. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് സെക്കൻഡ് ഓൾഡസ്റ്റ് സെൻട്രൽ ബാങ്ക്. ഓൾഡസ്റ്റ് പബ്ലിക് സെക്ടർ ബാങ്ക് ടിൽ എക്സിസ്റ്റ്. ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്ന പബ്ലിക് സെക്ടർ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ് കേട്ടോ. ഓൾഡസ്റ്റ് ബാങ്ക് ഇൻ ഇന്ത്യ ടിൽ എക്സിസ്റ്റ്. ഇന്ത്യയിൽ ഓൾഡസ്റ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത് SBI ആണ്. ലാർജസ്റ്റ് ബാങ്ക് ഇൻ ദ വേൾഡ് ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് ബ്രാഞ്ചസ് ആൻഡ് ATM. ഏറ്റവും കൂടുതൽ ബ്രാഞ്ചുകൾ ഉള്ളത്, ഏറ്റവും കൂടുതൽ ATM ഉള്ളതും ആയിട്ടുള്ള ഏറ്റവും വലിയ ലാർജസ്റ്റ് ബാങ്ക് ഏതാണെന്നാണ് ചോദിക്കുന്നത്. HSBC ആണ് കേട്ടോ. ലാർജസ്റ്റ് ബാങ്ക് ഇൻ ദ വേൾഡ് ഓൺ ദ ബേസിസ് ഓഫ് അസറ്റ്. അസറ്റിന്റെ ബേസിസിൽ ഏറ്റവും വലിയ ലാർജസ്റ്റ് ബാങ്ക് ഏതാണെന്ന് ചോദിക്കുന്നത്. ദ ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് ഓഫ് ചൈന ലിമിറ്റഡ്. അപ്പം ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് ഓഫ് ചൈന. ഇതും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ലാർജസ്റ്റ് ബാങ്ക് ഇൻ ദ വേൾഡ് ഓൺ ദ ബേസിസ് ഓഫ് അസറ്റ് കേട്ടോ. ഇനി സേവിങ്സ് ബാങ്ക് ഫെസിലിറ്റി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ ബൈ പ്രസിഡൻസി ബാങ്ക് ആണ് ആദ്യമായിട്ട് സേവിങ്സ് ബാങ്ക് ഫെസിലിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 1833 ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് കേട്ടോ. 1833 യൂണിയൻ ബാങ്ക് വാസ് ഇനാഗുറേറ്റഡ് ബൈ. യൂണിയൻ ബാങ്ക് ഇനാഗുറേറ്റ് ചെയ്തത് ഗാന്ധിജിയാണ്. 1919 ഇനാഗുറേറ്റ് ചെയ്തത് കേട്ടോ. 1990. ഇനി PNB എസ്റ്റാബ്ലിഷ് ചെയ്ത ലജ്പത് റായി ആണ്. 1894 ലജ്പത് റായി ആണ് എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? PNB പഞ്ചാബ് നാഷണൽ ബാങ്ക് അല്ലെ. ഇനി കോപ്പറേറ്റീവ് ബാങ്ക് കെയിം വിത്തിൻ ദ റെഗുലേഷൻസ് ഓഫ് ദ. കോപ്പറേറ്റീവ് ബാങ്ക് ആരുടെ റെഗുലേഷൻസിലാണ്, ഏത് ആക്ടിന്റെ റെഗുലേഷനിലാണെന്നാണ് ചോദിക്കുന്നത്. RBI 1966 RBIന്റെ റെഗുലേഷൻ പ്രകാരമാണ് നിൽക്കുന്നത് കേട്ടോ കോപ്പറേറ്റീവ് ബാങ്ക്.
അപ്പോൾ ഓക്കെ, ഇത്രേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. ഇതിൽ കുറേ എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാം, ഇയർ മാറിപ്പോവാം. ഇയർ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ക്വസ്റ്റ്യനൊക്കെ നന്നായിട്ട് പഠിക്കുക, മാറിപ്പോവാതിരുന്ന് പഠിക്കുക കേട്ടോ. 1-2-3 പ്രാവശ്യം ക്ലാസ് കേട്ടാൽ തന്നെ മനസ്സിലാവും. ഓക്കെ, താങ്ക് യു.